Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ തന്നെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റും മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്കും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാം എടുത്താലും നമ്മുടെ തേർഡ് ഗ്രേഡ് ഓവർസിയർ KLDC എക്സാം എടുത്താലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് എക്സാം എടുത്താലും ഒക്കെ ഈ ടോപ്പിക്ക് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ഒരുവിധം എല്ലാവർക്കും വളരെ സുപരിചിതമായ ടോപ്പിക് ആയിരിക്കാം. എന്നിരുന്നാൽ കൂടി മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഇപ്പോഴും ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസും ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സും ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ ഇതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസ്. ഇതിനകത്ത് കണ്ടോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് കമ്പൈൻ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും പഠിക്കണം, ഹുക്സ് ലോ പഠിക്കണം, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഹുക്സ് ലോ പഠിക്കണം. കുറച്ച് വാസ്റ്റ് ആണ് സിലബസ്. പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഓഫ് ഹുക്സ് ലോയിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തത് വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് എക്സാമിന്റെ സിലബസ് ആണ്. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് സിവിൽ എന്ന ഹെഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹുക്സ് ലോ, അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹുക്സ് ലോ എന്താണെന്ന് അറിയണം, അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് ബ്രേക്കിംഗ് സ്ട്രെസ് ഓഫ് സ്റ്റീൽ സ്പെസിമെൻ ആ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഗ്രാഫ് ഉപയോഗിച്ച് അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാം. അടുത്തത് KLDC ഓവർസിയർ ഗ്രേഡ് 3 സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് മെൻഷൻ ചെയ്തത് തന്നെ സ്ട്രെസ്സും സ്ട്രെയിനും ഹുക്സ് ലോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്ന 3 എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും അറിയായിരിക്കും. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കുക. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് റിവിഷനായി കാണുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഹുക്സ് ലോ നോക്കാം. ഹുക്സ് ലോ 3 എക്സാമിനും ആവശ്യമായിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഹുക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. വെൻ എ മെറ്റീരിയൽ ഇസ് ലോഡഡ് വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രെസ് അപ് ടു ദ പ്രപ്പോർഷണൽ ലിമിറ്റ്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് ലിമിറ്റും പ്രപ്പോർഷണൽ ലിമിറ്റും വരുന്നുണ്ട്. അപ്പം ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തു തരാം ഈ സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മളൊരു മെറ്റീരിയലിനെ ഇലാസ്റ്റിക് ലിമിറ്റിന് വിതിൻ, അതായത് ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിൽ ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ട്രെയിൻ എവിടം വരെ അപ് ടു പ്രപ്പോർഷണൽ ലിമിറ്റ്. അപ്പൊ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് സ്റ്റീൽ പഠിക്കുമ്പോൾ ഈ കൺസെപ്റ്റ് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു ദ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ് അപ് ടു പ്രപ്പോർഷണൽ ലിമിറ്റ്. പ്രപ്പോർഷണൽ ലിമിറ്റ് വരെ സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇനി ഈ പറയുന്ന സ്ട്രെസ്സും സ്ട്രെയിനും പലതരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതനുസരിച്ചാണ് പല ടൈപ്പ് ഓഫ് മോഡുലസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹുക്സ് ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഹുക്സ് ലോ പറഞ്ഞു കഴിഞ്ഞു. ഹുക്സ് ലോയുടെ ആപ്ലിക്കേഷൻ കുറച്ച് കാര്യങ്ങൾ ലെവൽ എക്സാമിന് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ആ കാര്യങ്ങൾ, അതിന്റെ പ്രോബ്ലംസും ഒക്കെ വരുന്ന പോർഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് സ്റ്റീൽ നോക്കാം. ഈ കർവ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള കാര്യമായിരിക്കും. ഇവിടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പഠിക്കണം. അതായത് ആദ്യം എന്ന് പറഞ്ഞാൽ ഒറിജിൻ നമുക്കറിയാം. ഒറിജിനിൽ നിന്ന് നമ്മൾ സ്ട്രെസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ് എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റ് വരെ ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ ഗ്രാഫിന്റെ പ്രത്യേകത. അതായത് OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OAയിലെ പോർഷനിൽ അത് ഹുക്സ് ലോ ഒബേ ചെയ്യും. നമ്മുടെ ഹുക്സ് ലോ ഒബേ ചെയ്യും. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒബേസ് ഹുക്സ് ലോ. OAയിൽ എന്ത് ചെയ്യും? ഹുക്സ് ലോ ഒബേ ചെയ്യും. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്, അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ലിമിറ്റ് എന്നൊക്കെ പറയും. എ എന്ന് പറയുന്ന പോയിന്റ് എ വരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിനുശേഷം എക്ക് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു ചെറിയ കേർവ് ആണ്. എക്ക് ശേഷം ഒരു ചെറിയ കേർവ് ആണ് കാണാൻ കഴിയുന്നത്. അതിൽ ബി എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ
പോയിന്റിനുള്ളിൽ നമ്മൾ ഈ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പെസിമെനിൽ എന്ത് ലോഡ് കൊടുത്തു കഴിഞ്ഞാലും ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീണ്ടും പഴയ പൊസിഷനിലെത്തും അല്ലെങ്കിൽ പഴയ ഷേപ്പിലെത്തും. ദാറ്റ് മീൻസ് അത് ഇലാസ്റ്റിക് ആണ്. നമുക്കറിയാം ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോം ചെയ്യും, അതേസമയം ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി നമ്മുടെ പഴയ പൊസിഷനിലെത്തും. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്. അപ്പം ബി എന്ന് പറയുന്ന പോയിന്റ് വരെ നമ്മൾ എന്ത് ലോഡ് കൊടുത്തിട്ടുണ്ടോ ആ ഡീഫോർമേഷൻ സംഭവിച്ചതെല്ലാം ടെമ്പററി ആണ്. നമ്മൾ ഈ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി വീണ്ടും പഴയ പൊസിഷൻ അല്ലെങ്കിൽ പഴയ ഷേപ്പിലെത്തും. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ്. അതായത് ഒ എ എന്ന് പറയുന്ന പോർഷനിലാണ് അത് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു സ്ലോപ്പ് കുറവുള്ള, അതായത് സ്ട്രെസ് എത്ര കൂട്ടിയാലും സ്ട്രെയിൻ കുറച്ച് മാത്രമേ കൂടത്തുള്ളൂ. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന പോർഷനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിമിറ്റിന് ഉള്ളിൽ നമ്മൾ എന്ത് ലോഡ് കൊടുത്താലും ഉണ്ടാകുന്ന ഡീഫോർമേഷൻ ടെമ്പററി ആണ്. അതായത് ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീണ്ടും പഴയ പൊസിഷനിൽ എത്തും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ബിയിൽ നിന്ന് സിയിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഗ്രാഫ് കൂടുന്ന കാണാം. ആ ഗ്രാഫ് കൂടി ഉള്ള മുകളിലത്തെ പോയിന്റിനെയാണ് നമ്മൾ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ബി എന്ന് പറയുന്ന പോയിന്റിന് ശേഷം നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ സ്പെസിമെൻ ഡീഫോം ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ഇനി ഉണ്ടാകുന്ന ഡീഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പെർമനന്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു. അതായത് അതിനുശേഷം എന്ത് ഡീഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീഫോർമേഷൻ ആസ് സച്ച് നമ്മുടെ ബോഡിയിൽ നിൽക്കും. ഓക്കെ, അതാണ് നമ്മുടെ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു പർട്ടിക്കുലർ ഡീഫോർമേഷൻ ആണ് ബി സി എന്ന് പറയുന്ന പോർഷൻ കൊണ്ട് കാണിക്കുന്നത്. ആൻഡ് സി നമ്മൾ പറയുന്ന പേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അപ്പർ ഈൽഡ് പോയിന്റ്. അപ്പർ ഈൽഡ് പോയിന്റ് ആണ് സി. ഇനി അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്രാഫിനകത്ത് സിയിൽ നിന്ന് സി ഡാഷിലേക്ക് ജസ്റ്റ് ഗ്രാഫ് താഴ്ന്നു പോകുന്ന കാണാം. അതിൽ ഈ സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയും. ലോവർ ഈൽഡ് പോയിന്റ്. ഈ പർട്ടിക്കുലർ പോയിന്റിലെ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈൽഡ് സ്ട്രെസ് അഥവാ എഫ് വൈ. ഇപ്പൊ എഫ് വൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തരാം. FE 250 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ FY is equal to 250 Newton/mm². ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഇപ്പൊ ഈൽഡ് സ്ട്രെസ് ആണ് സി ഡാഷിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പർട്ടിക്കുലർ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ സി ഡാഷിനെ പറയുന്ന പേരാണ് ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സി ഡാഷ് ഡി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണാം. ഇവിടെ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ സി അപ്പർ ഈൽഡ് പോയിന്റിൽ നിന്ന് ലോവർ ഈൽഡ് പോയിന്റ് എത്തുമ്പോൾ ഗ്രാഫ് നമുക്ക് താഴേക്ക് വരുന്നത് കാണാം. അതായത് ഗ്രാഫ് താഴേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം നമ്മുടെ സ്റ്റീൽ സ്പെസിമെനകത്ത് കാർബൺ ആറ്റംസ് ഉണ്ട്. കാർബൺ ആറ്റത്തിന്റെ സ്ലിപ്പേജ് ഒക്കെ കാരണമാണ് ഈ ഗ്രാഫ് താഴേക്ക് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് സി ഡാഷ് ഡി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് സ്ട്രെസ് റീജിയൻ ആണ്. അതായത് സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നെങ്കിലും സ്ട്രെയിൻ അവിടെ വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ പർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ്, അതായത് ഈ സി ഡാഷ് ഡി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഈൽഡ് പ്ലാറ്റ്യൂ എന്ന് പറയും. ഈൽഡ് പ്ലാറ്റ്യൂ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഒരു വാല്യൂ ആണ്. വെയിറ്റ് പ്ലാറ്റ്യൂ എന്നൊക്കെ പറയും. അതായത് വെയിറ്റ് പിന്നെ കുറയത്തില്ല. അപ്പം നമുക്ക് ചിലർക്കൊക്കെ അറിയാം വെയിറ്റ് വന്ന് സ്റ്റക്കായി നിൽക്കും. ഇനി വെയിറ്റ് കുറയാനില്ല, നമ്മുടെ ബോഡിയുടെ ഇൻഹറന്റ് മാസ് ആണെങ്കിൽ അതിന് നമ്മൾ വെയിറ്റ് പ്ലാറ്റ്യൂ എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് ഇത് ഈൽഡ് പ്ലാറ്റ്യൂ ആണ്. ഇവിടെ എന്താണ്, സ്ട്രെസ് കോൺസ്റ്റന്റ് ആണ്. അതായത് നമ്മൾ സ്ട്രെസ് നമ്മുടെ ഇവിടെ കോൺസ്റ്റന്റ് അഥവാ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന കാണാം. സ്ട്രെയിൻ എന്ന് പറയുന്നത് അതിന് കുറച്ച് കൂടുന്നതും കാണാം. ഈ പോർഷന് നമ്മൾ പറയുന്ന പേരാണ് ഈൽഡ് പ്ലാറ്റ്യൂ എന്ന് പറയും. ഓക്കെ, കോൺസ്റ്റന്റ് സ്ട്രെസ് റീജിയൻ ആണ്, അതുകൊണ്ട് അതിന് ഈൽഡ് പ്ലാറ്റ്യൂ. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഈൽഡ് പ്ലാറ്റ്യൂ എന്നുള്ള വേർഡ് ഒന്ന് ഓർത്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിയിൽ നിന്നും ഇയിലേക്ക് പോകുന്നുണ്ട്. അത് ഇൻക്രീസ് ചെയ്ത് പോവാണ്. DE നമ്മൾ പറയുന്ന പേരാണ് സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ. ഓർത്ത് വെക്കുക, സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ ആണ് DE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ പോർഷനിൽ നമ്മുടെ മെറ്റീരിയൽ ഡീഫോർമേഷൻ ഒന്ന് ചെറുതായിട്ട് റെസിസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് അതിനെ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും
അതിൽ ഇ എന്ന് പറയുന്ന പോയിന്റിൽ, ഈ മോള് ഡിയിൽ ഇ എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് ഒക്കെ കിട്ടുന്നത്. ഇ എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെക്കിംഗ് റീജിയൻ. നെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്കിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ സ്പെസിമെൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്പെസിമെൻ വലിച്ച് നമ്മൾ നീട്ടുകയാണ്. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു സ്പെസിമെൻ ഉണ്ട്, ആ സ്പെസിമെൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും വലിഞ്ഞ് വലിഞ്ഞ് നടുക്ക് പോർഷൻ ഭയങ്കര തിന്നായിട്ട് വരും. അതിനെയാണ് നമ്മൾ നെക്കിംഗ് പോർഷൻ എന്ന് പറയുന്നത്. അതായത് നടുക്ക് പോർഷൻ്റെ ഡയമീറ്റർ വളരെ വളരെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ആ പോർഷനെ നമ്മൾ നെക്കിംഗ് പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രത്യേകതയുണ്ട്, ഈ നെക്കിംഗ് പോർഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നെക്കിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഡക്റ്റൈൽ മെറ്റീരിയൽസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ, നെക്കിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ. അതായത് ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിച്ചു നീട്ടുക, തിൻ വയേഴ്സ് ആയിട്ട് വലിച്ചു നീട്ടുന്നതിനാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഇങ്ങനെ ഡയമീറ്റർ ഉള്ള അല്ലെങ്കിൽ ഡയമെൻഷൻ ഉള്ള സ്പെസിമെനെ നമ്മൾ വലിച്ചു നീട്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആക്കി എടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെക്കിംഗ് എന്ന് പറയുന്ന പോർഷൻ അല്ലെങ്കിൽ ഇ എഫ് എന്ന് പറയുന്ന പോർഷൻ ഡക്റ്റൈൽ മെറ്റീരിയലിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയുമാണ് മെയിൻ പോയിന്റ്സ് ആയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, എ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ്. അതുവരെയാണ് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത് സ്റ്റീൽ സ്പെസിമെൻ. അതായത് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമ്മുടെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ചെറിയ കേർവ് ഉണ്ടാവും. ബി എന്ന് പറയുന്ന ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ നിന്ന് നമ്മൾ ബോഡിയെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ഡീഫോം ചെയ്യുന്ന ഡീഫോമേഷൻ നമ്മൾ ലോഡ് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് എത്തുന്നു. ബിയിൽ നിന്ന് സിയിലേക്കുള്ള പോയിന്റ്, സി എന്ന് പറഞ്ഞാൽ അപ്പർ ഈൽഡ് പോയിന്റ് ആണ്. അവിടെ നമുക്ക് സ്ട്രെസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് കാണാം. അതിനുശേഷം അതായത് ബിയിൽ നിന്ന് സിയിലേക്ക് പോയുള്ള പോർഷൻ ഉണ്ടാകുന്ന ഡീഫോമേഷൻ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതായത് പെർമനന്റ് ഡീഫോമേഷനിലേക്ക് കടക്കുന്നു. ഇനി സി എന്ന് പറഞ്ഞാൽ അപ്പർ ഈൽഡ് പോയിന്റ്, സി ഡാഷ് എന്ന് പറഞ്ഞാൽ ലോവർ ഈൽഡ് പോയിന്റ്. സിയിൽ നിന്ന് സി ഡാഷിലേക്ക് ഗ്രാഫ് താന്നു വരുന്നത് കാണാം. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ സ്ലിപ്പേജ് ഓഫ് കാർബൺ ആറ്റംസ്. അതിനുശേഷം സി ഡാഷ് ഡി എന്ന് പറഞ്ഞാൽ ഈൽഡ് പ്ലാറ്റ്യൂ എന്ന് പറയും. അതായത് അവിടെ കോൺസ്റ്റന്റ് സ്ട്രെസ് ആണ്, പക്ഷെ സ്ട്രെയിൻ നന്നായി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഡി ഇ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ ആണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മുടെ മെറ്റീരിയൽ ഡീഫോമേഷനെ റെസിസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു പോർഷൻ ആണ്. അവിടെ നിന്ന് ഇ എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്നതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സി ഡാഷ് ലോവർ ഈൽഡ് പോയിന്റിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ ഈൽഡ് സ്ട്രെസ് അഥവാ എഫ് വൈ. ഇനി എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇ എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിംഗ് റീജിയൻ ആണ്. ഈ നെക്കിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിന്റെ ഡയമെൻഷൻ കുറഞ്ഞ് വളരെ തിന്നായി പോകുന്ന ഒരു അവസ്ഥയാണ് നെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡക്റ്റൈൽ മെറ്റീരിയലിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് ഏത് രീതി ക്വസ്റ്റ്യൻ ചോദിച്ചാലും യു ആർ ലയബിൾ ടു ആൻസർ കേട്ടോ. ആ കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് നമുക്ക്. അപ്പോൾ പോയ്സൺസ് റേഷ്യോ നോക്കാം. പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മ്യൂ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് മ്യൂ? മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് നമ്മുടെ പോയ്സൺസ് റേഷ്യോ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ബോഡി ഉള്ളത്, ഇങ്ങനെ ലോഡ് കൊടുക്കുന്നെങ്കിൽ ലോഡിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന ഡീഫോമേഷൻ കാരണമുള്ള സ്ട്രെയിൻ ആണ് ലാറ്ററൽ സ്ട്രെയിൻ. ലോഡിന് എലോങ് ആയിട്ടുള്ള ഡയറക്ഷനിൽ വരുന്ന ഡീഫോമേഷൻ കാരണമുള്ള സ്ട്രെയിൻ ആണ്, ഈ ഡയറക്ഷനിൽ വരുന്ന ഡീഫോമേഷൻ കാരണമുള്ള സ്ട്രെയിൻ ആണ് ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതിന്റെ റേഷ്യോ ആണ് നമ്മൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പോയ്സൺസ് റേഷ്യോ ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് ആണ്. അതിൽ ആദ്യത്തേത് കോർക്കാണ്. കോർക്കിന്റെ 0 ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നവരാണ് റബ്ബർ. മ്യൂ ഓഫ് റബ്ബർ ഇസ് ഈക്വൽ ടു 0.5 ആണ് കേട്ടോ. അതുപോലെ തന്നെ കോൺക്രീറ്റ് ഓർത്ത് വെക്കുക. കോൺക്രീറ്റിന്റെ 0.1 to 0.2 ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ ഒരു കാര്യം വീണ്ടും ഓർത്ത് വെക്കാനുള്ള ഒരെണ്ണം പറഞ്ഞുതരാം. മ്യൂ ജനറലി വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ 0.5 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജനറലി മ്യൂവിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ് പോകുന്നതുള്ള, അതായത് 0യ്ക്കും 0.5യുടെ ഇടയ്ക്കായിരിക്കും മ്യൂയുടെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഐഡിയലി പറയുകയാണെങ്കിൽ -1 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ 0.5, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 എന്ന് പറയാം. ഓക്കെ, ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പം ഐഡിയൽ മെറ്റീരിയൽ ആണെങ്കിൽ 0 അല്ല -1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഐഡിയൽ മെറ്റീരിയൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ജനറലി
നമ്മുടെ മ്യൂവിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ച് പഠിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഐഡിയൽ ആണെങ്കിൽ ഐഡിയലി -1 കൊണ്ടാണ് മാറുന്നത്. അപ്പോൾ കോർക്ക് ഓർക്കുക, റബ്ബർ ഓർക്കുക, കോൺക്രീറ്റ് ഓർക്കുക, ജനറൽ വേരിയേഷൻ ഓർക്കുക, പോയ്സൺസ് റേഷ്യോയുടെ. അടുത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മെറ്റീരിയൽസ് ആണ്. എന്താണ് ഹോമോജീനിയസ് മെറ്റീരിയൽസ് എന്ന് നോക്കാം. A material is said to be homogeneous when it shows same elastic properties at any point on a material in a given direction. അതായത് ഇപ്പം ഞാൻ പറയാം, നമുക്കൊരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ ഞാനൊരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണ്. അതായത് ഇവിടെ ഉള്ള ഒരു ബോഡിയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ബോഡിയാണ്. ആ ബോഡിയിൽ ഞാനൊരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണ്, എ എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിൽ നമുക്കറിയാം 3 ഡയറക്ഷൻസ് ആണല്ലോ ഉള്ളത്. ഏതൊക്കെയാണ്? നമ്മുടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, അതുപോലെ തന്നെ സെഡ് ഉണ്ട്. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിലുള്ള ഡയറക്ഷനിലുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഞാൻ E1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, വൈയിലുള്ളത് E2 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, സെഡിലുള്ളത് E3 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, എ എന്ന് പറയുന്ന പോയിന്റ്. ഇനി അടുത്ത ഞാൻ പോയിന്റ് എടുക്കുകയാണ്, ബി എന്ന് പറയുന്ന പോയിന്റ്. ബിയിലും ഇതേപോലെ എക്സും വൈയും സെഡും ഉണ്ടല്ലോ. ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ബി എന്ന് പറയുന്ന പോയിന്റിലും എന്ത് തന്നെയായിരിക്കും? എക്സ് ഡയറക്ഷനിൽ E1 ആയിരിക്കും, വൈ ഡയറക്ഷനിൽ E2 ആയിരിക്കും, സെഡ് ഡയറക്ഷനിൽ E3 ആയിരിക്കും. ഇതുപോലെ ഞാൻ ഈ മെറ്റീരിയലിന്റെ ഏതൊരു പോയിന്റ് എടുത്താലും, എ ബി സി ഡി അങ്ങനെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലുള്ള എക്സ് ഡയറക്ഷനിലുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ E1 ആയിരിക്കും. അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലുള്ള E2 ആയിരിക്കും, സെഡ് ഡയറക്ഷനിലുള്ള E3 ആയിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മെറ്റീരിയൽ. A material is said to be homogeneous when it shows same elastic properties at any point. ഏത് പോയിന്റ് എടുത്താലും അവിടെ ഉള്ള ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് സെയിം ആയിരിക്കും ഇൻ എ ഗിവൺ ഡിറക്ഷൻ. അതായത് ഏതൊരു ഡിറക്ഷൻ എടുത്താലും, ഇപ്പൊ എക്സ് ഡിറക്ഷൻ എടുത്താൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ E1 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത ഡിറക്ഷൻ, ഗിവൺ ഡിറക്ഷൻ വൈ ആണെങ്കിൽ വൈ ഡിറക്ഷനിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്തായിരിക്കും? E2 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഡയറക്ഷനായ E3, ഗിവൺ ഡിറക്ഷൻ സെഡ് ഡയറക്ഷൻ ആണെങ്കിൽ അത് ഏത് പോയിന്റ് എടുത്താലും അവിടെ ഉള്ള ഇലാസ്റ്റിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരിക്കും? E3 ആയിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജീനിയസ് മെറ്റീരിയൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ഹോമോജീനിയസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ ഏതൊരു പോയിന്റ് എടുത്താലും, ഏതൊരു പർട്ടിക്കുലർ പോയിന്റ് എടുത്താലും ഒരു ഗിവൺ ഡിറക്ഷനിൽ ഉള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതായത് സെയിം ആയിരിക്കും. അടുത്തത് ഐസോട്രോപിക് മെറ്റീരിയൽ ആണ്. A material is said to be isotropic when it shows same elastic properties in any given direction at a given point. പറഞ്ഞു തരാം. നമുക്ക് ഇതേപോലെ ഒരു ബോഡി എടുക്കാം. ആ ബോഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണ്. അപ്പൊ എയിൽ എക്സ് വൈ സെഡ് ഉണ്ടെന്ന് അറിയാം. അപ്പം ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയും E1 ആയിരിക്കും, വൈ ഡയറക്ഷനിലുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയും E1 ആയിരിക്കും, സെഡ് ഡിറക്ഷനിലുള്ളതും E1 ആയിരിക്കും. അതുപോലെ ഇതൊരു പോയിന്റ് എയുടെയാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ബി എടുക്കുകയാണ്. ബി എടുക്കുകയാണെങ്കിൽ ബിയിൽ ഇതേപോലെ 3 ആക്സസ് ആണല്ലോ. ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അവിടെ എക്സ് ഡയറക്ഷനിലുള്ള E2 ആയിരിക്കും, വൈ ഡയറക്ഷനിലുള്ള E2 തന്നെ ആയിരിക്കും, സെഡ് ഡയറക്ഷനിലും E2 ആയിരിക്കും. അടുത്ത ഒരു പോയിന്റ് എടുക്കുന്നു ഞാൻ, സി എടുത്തു കഴിഞ്ഞാൽ സിയിൽ എക്സ് വൈ സെഡ്, അത് എക്സിൽ E3 ആയിരിക്കും, വൈയിൽ E3 ആയിരിക്കും, സെഡിൽ E3 ആയിരിക്കും. അതായത് a material is said to be isotropic when it shows same elastic property in any given direction. അതായത് ഏതൊരു പർട്ടിക്കുലർ പോയിന്റ് എടുത്താലും അതിൽ ഏത് ഡയറക്ഷൻ എടുത്താലും, എക്സ് എടുത്താലും വൈ എടുത്താലും സെഡ് എടുത്താലും, അതല്ല ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ആക്സിസ് എടുത്താൽ കൂടി അവിടെ ഉണ്ടാകുന്ന ഇലാസ്റ്റിക് പ്രോപ്പർട്ടി സെയിം ആയിരിക്കും ഇൻ എനി ഗിവൺ ഡയറക്ഷൻ. ഏത് ഗിവൺ ഡയറക്ഷനിലാണെങ്കിലും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി സെയിം ആയിരിക്കും അറ്റ് എ ഗിവൺ പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പോയിന്റിന്റെ ഏത് ഡയറക്ഷൻ കൺസിഡർ ചെയ്താലും അവിടെയുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓർത്തോട്രോപിക് മെറ്റീരിയൽ ആണ്. A material is said to be orthotropic when it shows different elastic properties in 3 orthogonal direction at a point. അതായത് ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 3 ഓർത്തോഗണൽ ഡയറക്ഷൻസ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ് വൈ സെഡ് 3 കേസ്, ഈ എക്സ് വൈ സെഡ് എടുത്തു കഴിഞ്ഞാൽ
അവിടെ ഉണ്ടാകുന്ന 3 ഡയറക്ഷനിലും when it shows different elastic properties, അതായത് ഈ എക്സിൽ എടുത്താൽ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, വൈയിൽ എടുത്താൽ അടുത്ത പ്രോപ്പർട്ടി ആയിരിക്കും, സെഡിൽ എടുത്താൽ വേറെ പ്രോപ്പർട്ടി ആയിരിക്കും. അങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഡിഫറെന്റ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മെറ്റീരിയലിനാണ് ഓർത്തോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഹോമോജീനിയസ് മെറ്റീരിയൽ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള ഡിഫറെന്റ് ആക്സസുകളിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയറക്ഷനിലുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓർത്തോട്രോപിക് മെറ്റീരിയലും ഹോമോജീനിയസ് മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഹോമോജീനിയസ് മെറ്റീരിയലിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. അവിടെ എക്സ് വൈ സെഡ് മാത്രമല്ല, ഇങ്ങനെ ഏതെങ്കിലും ഇൻക്ലിനേഷനിൽ നമ്മൾ ഒരു ആക്സസ് എടുത്താലും അവിടെയും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും, E2 E3 E4. പക്ഷേ ഓർത്തോട്രോപിക് മെറ്റീരിയലിനകത്താണെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സസുകളിൽ മാത്രമാണ് നമ്മുടെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇവിടെ ഏത് ആക്സസ് എടുത്താലും, ഹോമോജീനിയസിനകത്ത് ഏത് ആക്സസ് എടുത്താലും അവിടെയുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് എത്ര ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഏതൊക്കെയാണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഉണ്ട്. റിജിഡിറ്റി നമ്മൾ N വെച്ചിട്ടും G വെച്ചിട്ടൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ബൾക്ക് മോഡുലസ് ഉണ്ട്, അതുപോലെ തന്നെ പോയിസോൺസ് റേഷ്യോ ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കാം. അതായത് നമുക്ക് 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ആണുള്ളത്. അപ്പൊ 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ് ബേസിക്കലി ഉള്ളത്. ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. എത്ര ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ഉണ്ട്? 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ഉണ്ട് നമുക്ക്. ഈ 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സിൽ 2 എണ്ണമാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ഇൻഡിപെൻഡന്റ്. ഈ 2 എണ്ണം അറിയാമെങ്കിൽ ബാക്കി 2 എണ്ണം കണ്ടുപിടിക്കാം. അങ്ങനെ ഓർത്താൽ മതി. 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ 2 അൺനോൺ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. അപ്പം 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഉണ്ട്, 2 എണ്ണം ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഈ ഓർത്തോട്രോപിക് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്? 3 ഓർത്തോഗണൽ ഡയറക്ഷനിലും 3 ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ മൊത്തം എത്ര ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് വരും? നമുക്ക് ആകെ 4 എണ്ണം ആണുള്ളത്, 3 ഡയറക്ഷനിലും ഡിഫറെന്റ് ആണ്. അപ്പൊ മൊത്തം 12 വരും. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓർത്തോട്രോപിക് മെറ്റീരിയലിന് എത്ര നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഉണ്ട്? എസ്പെഷ്യലി AE ഓവർസിയർ ഗ്രേഡ് 1കാർക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓവർസിയർ ഗ്രേഡ് 3 കാര്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. കാര്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയാനൊക്കത്തില്ല. ഇപ്പോഴത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യനിൽ ഇതും എക്സ്പെക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഫോർ ആൻ ഓർത്തോട്രോപിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 3 × 4 12 ആണ്. എങ്ങനെയാണ് വന്നത്? 3 ഓർത്തോഗണൽ ഡയറക്ഷൻ ഉണ്ട്, 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ബേസിക് ആയിട്ടുണ്ട്. അപ്പൊ 3 × 4 12 വന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹോമോജീനിയസ് എന്താണെന്നും ഐസോട്രോപിക് എന്താണെന്നും പറഞ്ഞായിരുന്നു. ഇനി ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? നമ്മൾ ഒരു പർട്ടിക്കുലർ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് ഡയറക്ഷനിലുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ്. ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അടുത്ത ഒരു പോയിന്റ് എടുത്താലും അവിടെ എക്സ് വൈ സെഡ് അതുപോലെ ഏതൊരു ആംഗിൾ എടുത്താലും എന്തായിരിക്കും? നമ്മുടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയലിനാണ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ E ഉണ്ട്, അതുപോലെ തന്നെ മ്യൂ ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്, റിജിഡിറ്റി മോഡുലസ് ഉണ്ട്. മൊത്തം 4 എണ്ണമാണുള്ളത്. 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 എണ്ണമാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. ഇത് ഇപ്പോഴും ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് മെറ്റീരിയലിന് ടോട്ടൽ നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് 4 ആണ്, ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് 2 ആണ്. AE പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ. ഇനി ഇത് ജനറൽ കേസ് ആണ്. ഇത് ഓവർസിയർ ലെവലിൽ ചോദിച്ചാലും തെറ്റില്ല. ബാക്കി 2 എണ്ണം അനൈസോട്രോപിക്കും ഓർത്തോട്രോപിക്കും, ഇത് രണ്ടും നമ്മുടെ സാധാരണ AE ലെവൽ എക്സാമിന് മാത്രം ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതായത് അനൈസോട്രോപിക് മെറ്റീരിയലിന് നമുക്കറിയാം ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഡയറക്ഷനിലും ഉള്ള, അതായത് എക്സ് എടുത്താലും വൈ എടുത്താലും സെഡ് എടുത്താലും ഏത് ഡയറക്ഷൻ, ഏത് ആംഗിളിലുള്ള ഡയറക്ഷൻ എടുത്താലും അവിടെ എല്ലാം ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനും പലതാണ്. അത് ഏത് ഡയറക്ഷനിൽ എടുത്താലും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി പലത് വരും. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്ഷൻസ് നമുക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 21 ആണ്. ഈ 21 പഠിക്കുക തന്നെ വേണം, വേറൊന്നും നമുക്ക് വഴിയില്ല. അനൈസോട്രോപിക് മെറ്റീരിയലിന് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്, ക്വസ്റ്റ്യൻ വായിക്കുക, ഇൻഡിപെൻഡന്റ് ആണോ അതോ ടോട്ടൽ നമ്പർ ആണോ? ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ 21ഉം ടോട്ടൽ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്.
ഇൻഫിനിറ്റ് ആണ് അനൈസോട്രോപിക്. ഇനി ഓർത്തോട്രോപിക്കിനാണെങ്കിൽ 12 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞ 4 × 3 12 വരുന്ന കേസ്. അതിൽ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഇതിൽ ജസ്റ്റും ഈ നമ്മുടെ ഓവർസിയർ ലെവലുകാർ ഈ ആദ്യത്തെ മാത്രം പഠിക്കുക, ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്കിന്റെ കേസ് മാത്രം പഠിക്കുക. ബാക്കി ഓവർസിയർ ഗ്രേഡ് 1കാർ 3ഉം പഠിക്കുക. അതിനകത്ത് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓർത്തോട്രോപിക് കുറച്ചും കൂടി ഒരു എംഫസൈസ് ചെയ്ത് പഠിക്കുക. ബാക്കി രണ്ടും എന്തായാലും പഠിക്കണം. ഇത് രണ്ടും ഓവർസിയറുകാർ എന്തായാലും പഠിക്കണം കേട്ടോ. ഗ്രേഡ് 1കാർ ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് PSC യുടെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ഫോർ എ ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് മെറ്റീരിയൽ. ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് മെറ്റീരിയലിന് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മൊത്തത്തിൽ 4 എണ്ണം ഉണ്ട്. അതിനകത്ത് ഇൻഡിപെൻഡന്റ് എത്രയാണ്? 2 ആണ് വരുന്നത്. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് തരാം. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ ഏതെഴുതി എടുക്കണം? 2 എടുക്കണം. ഓക്കെ, അപ്പൊ 2 ആണ് കറക്റ്റ് ആൻസർ. ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ്, ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് മെറ്റീരിയൽ ആണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ഷിയർ മോഡുലസ് ആണ്. ഷിയർ മോഡുലസ് നിങ്ങൾക്ക് അറിയാം G കൊണ്ടിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് ഷിയർ മോഡുലസ്? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് നമ്മുടെ ഷിയർ മോഡുലസ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്. ബൾക്ക് മോഡുലസ് K കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. K is equal to എന്താണ്? ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. അപ്പൊ ഇതാണ് ഷിയർ മോഡുലസും ബൾക്ക് മോഡുലസും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അറിയാമല്ലോ, നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ ആണ്. പിന്നെ പോയ്സൺസ് റേഷ്യോ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതാണ് 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ഉള്ളത് കേട്ടോ. അപ്പൊ ആ 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സിന്റെ പല ഡയറക്ഷനിലെ പ്രോപ്പർട്ടീസ് അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഐസോട്രോപിക്, ഹോമോജീനിയസ്, ഓർത്തോട്രോപിക് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സിനകത്ത് വരുന്നത്. ഇനി അടുത്ത റിലേഷൻഷിപ്സ് ആണ്, അതായത് ഈ നമ്മുടെ പറഞ്ഞ 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്സ്. ഇത് ഓവർസിയർ ഗ്രേഡ് 3കാർ പഠിക്കണ്ട. ഇത് ഓവർസിയർ ഗ്രേഡ് 1കാർ മാത്രം ഈ റിലേഷൻഷിപ്സ് പഠിച്ചാൽ മതി. ആദ്യത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ E is equal to 2G into 1 plus mu. ഇത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. 2G into 1 plus mu ആണ്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഒക്കെയാണ്. mu നമുക്കറിയാം പോയ്സൺസ് റേഷ്യോ ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പം ഇതിനകത്ത് നോക്കിക്കേ, 2Gന്റെ കൂടെ 1 plus mu ആണ്, പ്ലസ് ആണ് വരുന്നതെന്ന് ഓർക്കാനായിട്ട് നമുക്കറിയാം. ആദ്യം നമുക്ക് 2G വന്നു, പിന്നെ ആഡ് ഓൺ ചെയ്ത് 3G ആയി, 4G ആയി. അങ്ങനെ നമ്മുടെ കണക്ഷൻസ് കൂടിയാണല്ലോ വന്നത് ഇപ്പൊ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിന്റെ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ 2G വരുന്നുണ്ട്, 1 plus mu ആണ്. ഇനി അടുത്തത് E is equal to 3K into 1 minus 2 mu. അതാണ് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ബൾക്ക് മോഡുലസ് കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇവയെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ, അതായത് ഇയും അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, റിജിഡിറ്റി മോഡുലസ്, അതുപോലെ തന്നെ ബൾക്ക് മോഡുലസ്, ഇവ മൂന്നും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് 9kg divided by 3K plus G. ഈ 3 ഇക്വേഷനും ഒന്ന് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് സിമ്പിൾ പ്രോബ്ലംസ് വരെ ലെവൽ എക്സാമിന് ചോദിക്കും. അപ്പം ഞാൻ ഇത് ഇവിടെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ വീക്ക്ലി മോക്ക് ടെസ്റ്റിനകത്ത് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ലെവൽ എക്സാമിന് ഇതിന്റെ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ, ഞാൻ ഫോർമുല മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇതിന്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ബുക്ക് നോക്കി ഈ റിലേഷൻഷിപ്സ് വരുന്ന പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അതിൽ നിന്ന് പ്രോബ്ലംസ് ഞാൻ ഈ വരുന്ന എക്സാമിന് ഇടുന്നതാണ്, ഈ ആഴ്ചത്തെ വീക്കെൻഡ് എക്സാമിന് ഇടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്തത്. ഓവർസിയർ ഗ്രേഡ് 3കാർ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു റിലേഷൻ, എന്തായാലും ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹുക്സ് ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചുകൂടായില്ല, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ബുക്കിൽ എവിടെയെങ്കിലും. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ട് പഠിക്കാതിരിക്കേണ്ട എന്തായാലും. അപ്പൊ ഇത് ആദ്യത്തത് ഇങ്ങനെ ഓർത്താൽ മതി, 2G ആഡ് ഓൺ ചെയ്ത് നമുക്ക് 3G 4G ഒക്കെ ആയതുകൊണ്ട് പ്ലസ് mu ആണ്, 1 plus mu. അത് ഓർത്ത് വെക്കുക. മറ്റേത് 3K into 1 minus 2 mu. ഈ 3 ഇക്വേഷൻസും ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് കാര്യം ഇതിന്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചോളൂ, നമുക്ക് എക്സാം ഉണ്ടാവും ഈ ആഴ്ച. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എവറി മെറ്റീരിയൽ ഒബേസ് ഹുക്സ് ലോ വിത്തിൻ ഇറ്റ്സ്. ഹുക്സ് ലോ എല്ലാ മെറ്റീരിയലും ഇതിന്റെ ഉള്ളിലാണ് ഒബേ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, നൺ ഓഫ് ദീസ്. ഇവിടെ എന്തായിരിക്കും ആൻസർ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക വിത്ത് റീസൺ. നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് is directly proportional to strain up
ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് ഓഫ് പ്രപ്പോർഷണൽ. അപ്പോൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ദ ലിമിറ്റ് ഓഫ് പോയ്സോൺസ് റേഷ്യോ. പോയ്സോൺസ് റേഷ്യോയുടെ ലിമിറ്റ് ആണ്. ഇതും PSC മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ 0.25, 0.15, 0.5, 0.65 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 0 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 0.5 ആണ്. ഓപ്ഷൻ സി ആണ്. ഐഡിയൽ മെറ്റീരിയൽ ഒന്നും പറഞ്ഞിട്ടില്ല, വെറും ലിമിറ്റ് ഓഫ് പോയ്സോൺസ് റേഷ്യോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 0.5 ആണ്. പിന്നെ ഇവിടെ 0 ഒന്നും പറയാൻ, ലിമിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പർ ലിമിറ്റ് ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത തേർഡ് ഗ്രേഡ് എക്സാമിന് ചോദിച്ച ഒരു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ. എന്താണ് നോർമൽ സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞോളൂ. ഇറ്റ് ഇസ് ബൾക്ക് മോഡുലസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ചോദിക്കുന്നതാണ്. എയ്ക്ക് ചോദിക്കാറുണ്ട്, ഓവർസിയർ ഗ്രേഡ് 1, 2, 3 എല്ലാ എക്സാമിനും ചോദിക്കുന്ന പോർഷൻ ആണ്. അപ്പം ആദ്യത്തെ ഹാർഡ്നെസ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ടു പെനട്രേഷൻ. ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ടു പെനട്രേഷൻ എന്താണ് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന, നമുക്ക് ബിടെക്കാർ ലാബിലൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഹാർഡ് സ്റ്റീൽ ബോൾ വെച്ചിട്ട് ഇനണ്ടേഷൻ ഉണ്ടാക്കുകയാണ് പതിവ്. ജസ്റ്റ് ഒന്ന് ഇതാണ് നമുക്ക് കാണാം. ഇങ്ങനെ ബോൾ വെച്ചിട്ട് അതിന്റെ സർഫസിൽ ഇനണ്ടേഷൻ ഉണ്ടാക്കും. അതിന്റെ റെസിസ്റ്റൻസിനാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ബോൾ ഇൻഡന്റേഷൻ ടെസ്റ്റ് എന്നൊന്ന് ഓർത്ത് വെച്ചോളൂ. കാര്യം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. ടെസ്റ്റഡ് ബൈ ബോൾ ഇൻഡന്റേഷൻ ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ റെസിസ്റ്റൻസ് ടു പെനട്രേഷൻ അല്ലെങ്കിൽ ഇൻഡന്റേഷൻ എന്നൊക്കെ തരാം ഓപ്ഷനകത്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്നെസ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് മാലിബിലിറ്റി ആണ്. മാലിബിലിറ്റി നിങ്ങൾക്ക് അറിയാം, പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു വിച്ച് ഇറ്റ് ക്യാൻ ബി സ്പ്രെഡ് ഓർ ഷീറ്റ്സ് ക്യാൻ ബി ഫോം. അതായത് മെറ്റൽസ് ഇങ്ങനെ അടിച്ച് പരത്തി ഷീറ്റ് ആക്കി മാറ്റുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് തവണ ഓവർസിയർ ലെവൽ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ് മാലിബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ ഷീറ്റ് ആയിട്ട് മാറ്റുന്നതാണ് നമ്മുടെ മാലിബിലിറ്റി. MS എന്ന് ഓർത്ത് വെക്കുക. മൈൽഡ് സ്റ്റീൽ എന്നൊക്കെ പറയുമ്പോൾ മൈൽഡ് സ്റ്റീൽ എന്ന് ഓർത്ത്, MS മൈൽഡ് സ്റ്റീൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി. മാലിബിലിറ്റി ഷീറ്റ് ആക്കി മാറ്റുന്നത്. ഇനി അടുത്ത ഡക്റ്റിലിറ്റി ആണ്. ഡക്റ്റിലിറ്റി എന്താണ്? പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു വിച്ച് ഇറ്റ് ക്യാൻ ബി പുൾഡ് ഇൻ ടു വയേഴ്സ്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലിനെ വയറാക്കി പുള്ള് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ആണ്, എന്നിരുന്നാൽ കൂടി അടുത്ത ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. നിങ്ങൾക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഒരു ബോഡിയുടെ പുറത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ബോഡി ഡീഫോം ചെയ്യുന്നു. ഡീഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി തിരിച്ച് പഴയ പൊസിഷനിൽ എത്തുന്നു, അല്ലെ പഴയ ഫോമിൽ എത്തുന്നെങ്കിൽ അതിനെ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇനി ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് നോക്കിക്കോളൂ. ദ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് അറ്റ് വിച്ച് ബോഡീസ് ഡീഫോർമേഷൻ ഡിസപ്പിയേഴ്സ് ഓൺ ദ റിമൂവൽ ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതായത് നമ്മുടെ ബോഡിയുടെ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് ആണ് അറ്റ് വിച്ച് ബോഡീസ് ഡീഫോർമേഷൻ ഡിസപ്പിയേഴ്സ് ഓൺ ദ റിമൂവൽ ഓഫ് ഫോഴ്സ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെസ് കാണും. ആ സ്ട്രെസ് വരെ നമ്മുടെ ബോഡി ഡീഫോം ചെയ്താലും നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീണ്ടും പഴയ പൊസിഷനിലെത്തും. നമ്മൾ നേരത്തെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ A കഴിഞ്ഞ് B എന്ന് പറയുന്ന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ വന്നിട്ട് A പറഞ്ഞു, A കഴിഞ്ഞ് പിന്നെ B എന്ന് പറയുന്ന ഒരു പോയിന്റ് പറഞ്ഞു. അപ്പൊ Bക്കുള്ളിൽ നമ്മൾ ലോഡ് ചെയ്തിട്ട് ആ ലോഡ് റിമൂവ് ചെയ്താൽ, അതായത് ഈ B എന്ന് പറയുന്നതാണ് മാക്സിമം സ്ട്രെസ്. ഈ മാക്സിമം സ്ട്രെസ്സിന് ഉള്ളിൽ നമുക്ക് ലോഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്താലും ബോഡി വീണ്ടും പഴയ പൊസിഷനിലെത്തും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ്. ഈ ഡെഫിനിഷൻ ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ദ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് at which a body's deformation disappears on the removal of forces called as എന്ന് പറഞ്ഞിട്ട് ഇലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് നെക്കിംഗ് അങ്ങനെ പറഞ്ഞ കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, ഇറ്റ് ഇസ് ഇലാസ്റ്റിക് ലിമിറ്റ്. അടുത്ത ടഫ്നെസ് ആണ്. ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഡൻ ലോഡിങ് കാരണം, റെസിസ്റ്റൻസ് സഡൻ ലോഡിങ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. ഓർ ടു അബ്സോർബ് മെക്കാനിക്കൽ എനർജി അപ് ടു ഫ്രാക്ചർ. ഫ്രാക്ചർ ഉണ്ടാവുന്നത് വരെ മെക്കാനിക്കൽ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവ്, അതിനെയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദിക്കാറുള്ളതാണ്. റെസിസ്റ്റൻസ് സഡൻ ലോഡിങ് ഓർ ടു അബ്സോർബ് മെക്കാനിക്കൽ എനർജി അപ് ടു ഫ്രാക്ചർ. ഈ ടേം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ടഫ്നെസ്, ടഫ് എന്ന് നമ്മളിങ്ങനെ എഴുതത്തില്ലേ, ടഫ്, അങ്ങനെ അപ് ടു ഫ്രാക്ചർ, മെക്കാനിക്കൽ എനർജി അപ് ടു ഫ്രാക്ചർ. ആ F ഫ്രാക്ചർ ആയിട്ട് ഓർക്കുക. ഓക്കെ. ഇനി അടുത്തത് പ്ലാസ്റ്റിസിറ്റി ആണ്. പ്ലാസ്റ്റിസിറ്റി, പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു വിച്ച് ഇറ്റ് അണ്ടർഗോസ് ഇൻ ഇലാസ്റ്റിക് സ്ട്രെയിൻ. ഇലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുന്ന സ്ട്രെയിൻ. ഇൻ ഇലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റാത്ത സ്ട്രെയിൻ. അതിനാണ്
inelastic strain എന്ന് പറഞ്ഞാൽ property of material due to which it undergoes inelastic strain beyond elastic limit. Elastic ലിമിറ്റിന് ശേഷം beyond elastic limit, inelastic strain, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന പോയിന്റുകൾ അല്ലെങ്കിൽ ടേമുകൾ. അതായത് ബിയോണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു, അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ല അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി അല്ലെന്ന് മനസ്സിലായി. അതിനുശേഷം ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ എന്നൊരു വേർഡ് കൂടെ വന്നു. അതായത് നമുക്ക് എന്താണ് ഇനി ഉണ്ടാവുന്ന സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആണ്, അതായത് അത് റീഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ അത് മനസ്സിലാക്കിക്കോ, ഏതെങ്കിലും ഒരു ഡീഫോർമേഷൻ ചെയ്തിട്ട് അത് റീഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു വേർഡ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിസിറ്റി ആയിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും ടഫ്നെസ് ഒക്കെ തരുന്നുണ്ടാവും. പക്ഷെ ഈ കാര്യം ഓർത്ത്, ഒന്നെങ്കിൽ ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് തരും, അതല്ലെങ്കിൽ എന്താണ് ഡീഫോർമേഷൻ വിച്ച് കനോട്ട് ബി റീഗെയിൻഡ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ക്ലൂ തരും. അപ്പൊ ഇവിടെ പറയുന്നത് ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ ആണ്, അതായത് ഇലാസ്റ്റിക് അല്ലാത്ത സ്ട്രെയിൻ ബിയോണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം. അപ്പൊ ഇലാസ്റ്റിസിറ്റി അല്ല, ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി അല്ല, അപ്പൊ തന്നെ പ്ലാസ്റ്റിസിറ്റി ആണെന്നൊരു ക്ലൂ ആണെന്നുള്ളത് നമുക്ക് കിട്ടും. പിന്നെ ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ എന്നുള്ള വാക്കുകൂടെ നോക്കുക. ഓക്കെ, ഇനി അടുത്ത ക്രീപ്പ് ആണ്. പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ഡ്യൂ ടു വിച്ച് ഇറ്റ് അണ്ടർഗോസ് അഡീഷണൽ ഡീഫോർമേഷൻ വിത്ത് പാസേജ് ഓഫ് ടൈം അണ്ടർ സസ്റ്റെയിൻഡ് ലോഡിംഗ്. സസ്റ്റെയിൻഡ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ ഞാൻ ഒരു മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയലിന്റെ പുറത്ത് ലോഡ് കൊടുക്കുകയാണ്, കുറച്ച് ലോഡ് കൊടുക്കുകയാണ്, അതിനാദ്യം ഡീഫോർമേഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ ഉണ്ട്, പിന്നെയും ഞാൻ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സസ്റ്റെയിൻഡ് ലോഡിങ്, അതായത് ഒരുപാട് നേരം ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന, അപ്പം ഇത് ഞാൻ ആദ്യം ലോഡ് കൊടുത്തപ്പോൾ ഡീഫോർമേഷൻ, പിന്നെയും ഞാൻ കുറേ കാലത്തേക്ക് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും അത് ഡീഫോം ആവും. അങ്ങനെ ഉണ്ടാവുന്ന അഡീഷണൽ ഡീഫോർമേഷൻ വിത്ത് പാസേജ് ഓഫ് ടൈം അണ്ടർ സസ്റ്റെയിൻഡ് ലോഡിങ്. സസ്റ്റെയിൻഡ് ലോഡിങ് എന്നൊരു വാക്കുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ ഓപ്ഷൻ ക്രീപ്പ്. ക്രീപ്പ് സെലക്ട് ചെയ്യുക. സസ്റ്റെയിൻഡ് ലോഡിങ് കാരണം ഉണ്ടാവുന്ന അഡീഷണൽ ഡീഫോർമേഷനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രീപ്പ് എന്താണെന്ന് മനസ്സിലായി. ക്രീപ്പ് ഡ്യൂ ടു ടെമ്പറേച്ചറും ഉണ്ടാവാറുണ്ട്. അപ്പൊ ടെമ്പറേച്ചറിന്റെ കാര്യം എങ്ങാനും ക്ലൂല് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതും ക്രീപ്പായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ടഫ്നെസ് ആണ് പറഞ്ഞത്. റെസിസ്റ്റൻസ് സഡൻ ലോഡിങ്, അതായത് പെട്ടെന്ന് ഒരു ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇമ്പാക്റ്റിന്റെ റെസിസ്റ്റൻസ്, അതുപോലെ അല്ലെങ്കിൽ ടു അബ്സോർബ് മെക്കാനിക്കൽ എനർജി അപ് ടു ഫ്രാക്ചർ, TF എന്ന് ഓർത്ത് വെച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്, നമ്മുടെ ഡീഫോർമേഷൻ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഇറ്റ് അണ്ടർഗോസ് ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ ബിയോണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ഇനി ക്രീപ്പ് ആണ്, അത് അഡീഷണൽ ഡീഫോർമേഷൻ ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡിംഗ് ആണ്. അടുത്തത് ഫറ്റീഗ് ആണ്. ഫറ്റീഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അറിയാം എന്താണ്, നമ്മൾ ഫറ്റീഗ് എന്ന് പറയത്തില്ലേ, നമ്മൾ നശിച്ചു പോയി, അതായത് റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ലോഡ്, റിപ്പീറ്റഡ് ആയിട്ട് പണിയെടുത്ത് നമ്മൾ ക്ഷീണിക്കുമ്പോൾ പറയും ഫറ്റീഗ് എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഡിറ്റോറിയേഷൻ ഓഫ് എ മെറ്റീരിയൽ അണ്ടർ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ലോഡ്. അപ്പൊ ഇതാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഞാനൊരു ലോഡ് കൊടുത്തു, ഒരു ടെൻസൈൽ ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുത്തു, അതിനുശേഷം വീണ്ടും ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്നു അതിന്റെ പുറത്ത്, പിന്നെ വീണ്ടും കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ലോഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന, അതായത് നമ്മളൊരു ബോഡിയുടെ പുറത്ത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് സൈക്കിൾസ് ഓഫ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിറ്റോറിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫറ്റീഗ് എന്ന് പറയുന്ന. ഡിറ്റോറിയേഷൻ ഓഫ് എ മെറ്റീരിയൽ അണ്ടർ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ലോഡിംഗ് ആൻഡ് ദസ് റിസൾട്ട്സ് ഇൻ പ്രോഗ്രസീവ് ക്രാക്കിംഗ് ആൻഡ് ദാറ്റ് മേ ഇവൻച്വലി അണ്ടർഗോ ഫ്രാക്ചർ. അത് കാരണം ക്രാക്കിംഗ് ഉണ്ടായി ലാസ്റ്റ് ഫ്രാക്ചർ ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ അതാണ് ഫറ്റീഗ്, ഡിറ്റോറിയേഷൻ ഓഫ് എ മെറ്റീരിയൽ അണ്ടർ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ലോഡ്. അപ്പൊ ഇവിടെ അണ്ടർ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ലോഡ് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് റെസീലിയൻസ് ആണ്. പ്രോപ്പർട്ടി ബൈ വെർച്യൂ ഓഫ് വിച്ച് എ മെറ്റീരിയൽ ക്യാൻ അബ്സോർബ് എനർജി വെൻ ഡീഫോംസ് ഇലാസ്റ്റിക്കലി. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, എന്താണ് റെസീലിയൻസ് എന്നുള്ളത്. അപ്പൊ എന്താണ് റെസീലിയൻസ്? പ്രോപ്പർട്ടി ബൈ വെർച്യൂ ഓഫ് വിച്ച് എ മെറ്റീരിയൽ ക്യാൻ അബ്സോർബ് എനർജി വെൻ ഡിഫോം ഇലാസ്റ്റിക്കലി. ഇലാസ്റ്റിക്കലി ഡീഫോം ചെയ്യുമ്പോഴും മെറ്റീരിയലിന് എനർജി അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസീലിയൻസ് എന്നത്. ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. പ്രോപ്പർട്ടി ബൈ വെർച്യൂ ഓഫ് വിച്ച് മെറ്റീരിയൽ ക്യാൻ അബ്സോർബ് എനർജി when deforms elastically. ഇലാസ്റ്റിക്കലി ഡീഫോം ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിന് എനർജി അബ്സോർബ് ചെയ്യാനുള്ള പറ്റുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഉള്ള കഴിവിനെയാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്, റെസീലിയൻസ് ആണ് വരുന്നത്. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. നമ്മൾ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ അതിന് പകരം ടിൽ ഇലാസ്റ്റിക് ലിമിറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസീലിയൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ദ റപ്ചർ ടേക്സ് പ്ലേസ്. റപ്ചർ
അതുപോലെ തന്നെ ഫെയിലിയർ എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ആര് എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞത്? റപ്ചർ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ദ റപ്ചർ ടേക്സ് പ്ലേസ് അല്ലെങ്കിൽ ടിൽ ദ ഫെയിലിയർ. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ടഫ്നെസ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു ടഫ് എന്ന് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, അതുകൊണ്ട് ഫെയിലിയർ എന്ന് ഓർക്കുക. ഫെയിലിയറിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ടേം തന്നെയാണ് റപ്ചർ. അപ്പൊ ഇവിടെ ചിലപ്പോൾ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ റപ്ചർ അല്ലെങ്കിൽ ടിൽ ഫെയിലിയർ എന്നൊക്കെ തരാറുണ്ട് കേട്ടോ. അപ്പൊ ഏതാണെന്നുള്ളത്, റപ്ചർ വന്നാലും ഫെയിലിയർ വന്നാലും ഓപ്ഷൻ ബി ടഫ്നെസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് കാർബൺ ഇൻ സ്റ്റീൽ ഡിക്രീസസ് ഇറ്റ്. അതായത് കാർബണിന്റെ പെർസെൻറ്റേജ് സ്റ്റീലിൽ കൂടുന്നതിനനുസരിച്ച് ഏത് പ്രോപ്പർട്ടി ആണ് കുറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ പ്രോപ്പർട്ടി ഡിക്രീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡക്റ്റിലിറ്റി ആണ് കറക്റ്റ് ആൻസർ. ഡി എന്ന് ഓർത്താലും മതി കേട്ടോ. കാർബണിന്റെ പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ച് കുറയുന്ന പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓവർസിയർ ഗ്രേഡ് 3-കാർക്കൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ലീസ്റ്റ് ഇലാസ്റ്റിക്? സിൽവർ, റബ്ബർ, അയൺ, കോപ്പർ. ഇവിടെ ആൻസർ വരുന്നത് റബ്ബർ ആണ്. അപ്പൊ ഇതിങ്ങനെ ഓർത്താൽ മതി. അതായത് ഏറ്റവും ബുദ്ധിമുട്ടെടുത്ത് വലിച്ചു നീട്ടാൻ പറ്റുന്ന മെറ്റീരിയൽ സിൽവർ ആണെങ്കിലും അയൺ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും ഒക്കെ കുറെ ടൈം എടുത്ത് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റത്തുള്ളൂ. അവയ്ക്കായിരിക്കും ഇലാസ്റ്റിസിറ്റി കൂടുതൽ. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലെ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഏറ്റവും കൂടുതൽ ഫോഴ്സ് വേണ്ടവയൊക്കെ ആയിരിക്കും ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ ആണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇലാസ്റ്റിസിറ്റിയുടെ ന്യൂമറേറ്ററിൽ വരുന്നത് ഫോഴ്സ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോഴ്സ് വരുന്നതിനാണ് എന്ത് ഇലാസ്റ്റിസിറ്റി കൂടുതൽ. ഫോഴ്സ് കുറവുള്ളതിന് എന്ത് കുറവ് മതി? ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. അപ്പൊ റബ്ബർ പെട്ടെന്ന് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും, കുറച്ച് ഫോഴ്സിൽ വലിച്ചു നീട്ടാൻ പറ്റും. അതായത് പിയുടെ വാല്യൂ കുറവാണ്, അതുകൊണ്ട് തന്നെ അത് ലെസ് ഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇത് നമുക്ക് ലീസ്റ്റ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തായാലും റബ്ബർ ചിലപ്പോൾ ചിലർ ചൂസ് ചെയ്യത്തില്ല. അപ്പൊ ലീസ്റ്റ് ഇലാസ്റ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബർ തന്നെയാണ് കാരണം. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഏറ്റവും ബുദ്ധിമുട്ടെടുത്ത് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുത്ത് നമ്മൾ വലിച്ചു നീട്ടാൻ പറ്റുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓവർസിയർ ഗ്രേഡ് 3 എക്സാമുകാർ ഇത്രയും പഠിച്ചാൽ മതി. സ്ട്രെസ് സ്ട്രെയിനിൽ നിന്നും അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ നിന്നും. ബാക്കി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കൂടെ കമ്പൈൻ ചെയ്ത് അതിനകത്ത് പ്രോബ്ലംസും കുറച്ച് പറഞ്ഞിട്ടുണ്ട്. കമ്പൈൻ ചെയ്ത് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഓവർസിയർ ഗ്രേഡ് 1-കാർക്ക് ഇനി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പഠിക്കുക. നമുക്ക് ജനുവരി എക്സാം ഉണ്ട്. ആദ്യം അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഫോക്കസ് പലതിലേക്ക് തിരിഞ്ഞു പോകരുത്. ഒരു ദിവസം എയ്ക്ക് വേണ്ടി പഠിച്ചു അടുത്ത ഓവർസിയറിലേക്ക് വേണ്ടി പഠിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഏതാണെന്നുള്ളത് ഫോക്കസ് ചെയ്ത് അതിലേക്ക് വേണ്ടി പരിശ്രമിക്കുക. എല്ലാം കൂടെ മിക്സപ്പ് ആയി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തരുത്. ഒരുപാട് പേര് എന്നോട് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഏത് ഫോക്കസ് ചെയ്യണം എന്ന് അറിയത്തില്ല. അപ്പൊ ഒരു ഫോക്കസ് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ എയിം എന്നുള്ളത്. അതിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.